മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഉണ്ട് കേട്ടിട്ടുണ്ട്. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ നവംബർ 21 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ തൃശൂർ. മിറക്കിൾ സൺഡേ കൊല്ലത്തും പാറശാലയിലും നവംബർ 24 രാവിലെ 8 മണി മുതൽ. സോപാനം ഓഡിറ്റോറിയം കൊല്ലം. വൈകുന്നേരം 4:30 മുതൽ. ഷീല കല്യാണ മണ്ഡപം പാറശാല. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുൻപിലെത്തുവാൻ ദൈവവചനവുമായി നിങ്ങളെ അടുക്കലാക്കുവാൻ കർത്താവിനെ സഹായിച്ചതോർത്ത് നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദൈവവചനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിച്ച്, പിതാവ് നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു. ഈ വാക്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ നമ്മളോട് പറയുന്നത് പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. വേറൊരു രാജ്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അത് ഏത് രാജ്യമാണ്? 2 രാജ്യമുണ്ടോ? പല ചിന്തകളും നമ്മുടെ ഉള്ളിൽ വന്നു എന്ന് വരാം. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ഇതിനെല്ലാം സംശയങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകട്ടെ. കർത്താവ് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന രാജ്യത്തെക്കുറിച്ചുള്ള വ്യക്തത നിങ്ങൾക്കുണ്ടാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. അമേരിക്കയിൽ ചെന്ന സമയത്ത് എനിക്ക് 2 ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊരു നൈജീരിയൻ ചർച്ചിലായിരുന്നു. അവിടുത്തെ പാസ്റ്റർ ഡോക്ടർ ഐസക്, അദ്ദേഹം ഒരു ഡോക്ടറേറ്റുള്ള ബൈബിളിൽ ഡോക്ടറേറ്റുള്ള മനുഷ്യനാണ്. മലയാളികൾ ആരും ഇല്ലായിരുന്നു. മലയാളികളല്ല എന്നെ വിളിച്ചത്. ഞാൻ ആ മീറ്റിങ്ങിൽ പ്രസംഗിക്കുമ്പോൾ ഡോക്ടർ ഐസക്കിനൊരു അനുഭവമുണ്ട്. ഐസക് എന്നോട് പറഞ്ഞു, ഐസക്കിനെ കണ്ട സമയത്ത് ഐസക് എന്നോട് പറഞ്ഞു, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് സ്വർഗം യാഥാർത്ഥ്യമാകണം. പറയുന്നത് കേൾക്കാൻ കഴിയുന്നോ? ആ സമയത്ത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അവൻ്റെ കൈ പിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവൻ സ്വർഗീയ അനുഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അവനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, അവൻ്റെ ഡോക്ടറേറ്റ് സ്വർഗത്തിൽ വിടുന്നില്ലെന്ന്. അവൻ്റെ ഡോക്ടറേറ്റ് അവന് പാസ്റ്ററാണ് ആള്. ഞാൻ പച്ചയ്ക്ക് പുള്ളിയോട് പറഞ്ഞു, താങ്കളുടെ ഡോക്ടറേറ്റ് എന്നെ നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ യാത്ര ചെയ്യാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞു. പുള്ളിക്ക് ശരിക്കും മനസ്സിലായി, അദ്ദേഹം ഒരു ആത്മീയനായിരുന്നു. അദ്ദേഹം എൻ്റെ കൈ വിട്ടതിന് ശേഷം പനിയെ പോയിരുന്ന് ആ നിമിഷം മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എൻ്റെ പിഴവ് എനിക്ക് മനസ്സിലായി, എനിക്കിപ്പോൾ സ്വർഗത്തെ കാണണം. നിങ്ങൾക്കുണ്ടായ കാര്യം കേൾക്കണം. ആ സെക്കൻഡിൽ സ്വർഗം അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് എടുക്കും. സ്വർഗത്തിന്റെ ഒരു ഭാഗം മുഴുവൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അതിനേക്കാൾ എനിക്ക് സന്തോഷം തോന്നിയത് ഡോക്ടർ ഐസക്കിനെ ദൈവം എടുത്തുകൊണ്ട് പോയിട്ട് താൻ തനിക്ക് വേണ്ടി ഒരുക്കുന്ന ആ മഹാ കൊട്ടാരത്തെ കാണിച്ചു കൊടുത്തു. ഐസക് എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഞാൻ ഏകദേശം 30 വർഷത്തോളമായി സുവിശേഷ വേല ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞു, എങ്കിൽ നമുക്ക് ഈ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ചർച്ചിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾക്ക് സന്തോഷവർദ്ധനം പറയട്ടെ, ആ ചർച്ചിലെ അന്ന് വന്ന എല്ലാ യൗവനക്കാരെയും സ്വർഗത്തിലേക്ക് എടുത്തു. മീറ്റിംഗിന്റെ ഇടയിൽ പലരും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. നിങ്ങളൊന്ന് ആമേൻ പറയാതെ. ചിലർ സ്വർഗത്തെ കണ്ടു തിരിച്ചു വന്നു, ചിലർ യേശുവുമായി സംസാരിച്ച് തിരിച്ചു വന്നു. എന്ന് പറഞ്ഞാൽ ഇത് മരണാനന്തരം നടക്കുന്ന കാര്യം മാത്രമല്ല, ഈ ഭൂമിയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ കൂടെ ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്.
എന്റെ കൂടെ എത്തിയെങ്കിലും ഒരു നല്ല ഹല്ലേലൂയ പറ. Love you, Jesus. ശബ്ദകർത്തരി ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ടാണ് യേശു കർത്താവ് ലൂക്കോസ് സുവിശേഷം 17:20 പറഞ്ഞത്, ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന് യേശു കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം കാണത്തക്ക വല്ലനമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അതാ ഇവിടെ എന്നും പറയത്തില്ല, പകരം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. Amen. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാമോ? Hallelujah. Love you, Jesus. നമ്മളെ യേശു കർത്താവ് വിശ്വാസത്തിൽ വന്നപ്പോൾ, നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത് നമുക്ക് അറിയത്തില്ല. Amen. ഒരു വാക്യത്തിലേക്ക് വരാം. കൊളോസ്യ ലേഖനം 11-1 അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഇത് വളരെ സുപരിചിതമായ വാക്യമാണ്. ഒത്തിരി പ്രാവശ്യം ഞാൻ വായിപ്പിച്ചിട്ടും പഠിപ്പിച്ചിട്ടുള്ള വാക്യമാണ്. Amen. പക്ഷേ ഇതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. Hallelujah. ഒന്ന് വായിക്കാം നമുക്ക്. കൊളോസ്യ ലേഖനം 1 അധ്യായം 13-ാമത്തെ വാക്യം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്നൊക്കെ പറഞ്ഞേ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത. എവിടെ ആക്കി വെച്ചിരിക്കുവോ? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. അപ്പൊ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുന്നാണോ അതോ വിടുവിച്ചു എന്നാണോ? വിടുവിച്ചു എന്ന്. എല്ലാവരും ഉറക്കെ പറഞ്ഞ്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. കുറച്ചുകൂടെ ശബ്ദം വരട്ടെ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളെ ഒരു മന്ത്രവാദത്തിനും അധികാരപ്പെടുത്താൻ പറ്റത്തില്ല. ഒരു ആഭിചാര ക്രിയയ്ക്ക് നിങ്ങളെ ആഭിചാരപ്പെടുത്താൻ പറ്റത്തില്ല. ഓ ജീസസ്. ഹല്ലേലൂയ. 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 കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറ, ഒരു ആഭിചാരം ഏൽക്കത്തില്ല. ഒരു ആഭിചാരം ഏൽക്കത്തില്ല. ഒരു മന്ത്രവാദം ഏൽക്കത്തില്ല. നിന്റെ വീട്ടിൽ ആരെങ്കിലും ആഭിചാരം ചെയ്തുകൊണ്ട് തെറ്റിപ്പൂ കൊണ്ടിട്ടാൽ അത് ആ പൂ എടുത്ത് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും കൊള്ളാവുന്ന ഒരു ഫ്ലവർ വേസിനകത്ത് കൊണ്ടുവച്ചേക്കണം. അവർ പുറത്താ കൊണ്ടുവിട്ടതെങ്കിൽ നല്ല ഫ്ലവർ വേസിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് കൊണ്ടുവച്ചേക്കണം. കാരണം ആ കൊണ്ടുവച്ച ആളുകൾക്ക് മനസ്സിലാകണം, ഈ കൊണ്ടുവച്ചിട്ട് ഈ പരിപാടി നടക്കത്തില്ല എന്നും മനസ്സിലാകണം. നിങ്ങൾ എന്റെ ഒപ്പം എത്തിയെങ്കിലും നല്ല ആമേൻ പറ. എന്ന് പറഞ്ഞ പൂവാണ് തെറ്റിപ്പൂ. എന്നോട് കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ പറഞ്ഞു, ബ്രദറെ ഞങ്ങളുടെ വീട്ടിൽ എന്നും രാവിലെ ഞങ്ങളുടെ സ്റ്റെപ്പിന്റെ മുമ്പിൽ തെറ്റിപ്പൂ ഒരാൾ കൊണ്ടിടുക. ഞാൻ പറഞ്ഞു, ഒരു വിഷമം വയ്ക്കണ്ട, അവിടെ ഒരു ഫ്ലവർ വേസിന് കൊണ്ടുപോയിക്കേ, അവിടെ ഒരു നോട്ടീസും കൂടെ എഴുതി ഒട്ടിക്കേ, ദയവീത് ഇവിടെ ഇടരുത്, ഈ ഫ്ലവർ വേസിനകത്ത് വെച്ചിട്ട് പോകണം. നിങ്ങളത് ആമേൻ പറയാത്തെ? ആ വിചാരം യാക്കോബിന് ഏക്കത്തില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കത്തില്ല. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, എന്നെ തൊടാൻ കുറച്ച് പുളിക്കും. ഉറക്കെ പറയാ, എന്നെ തൊടാൻ അവന് കഴിയത്തില്ല. പിശാചിന്റെ അധികാരത്തിൽ എന്നെ വിടുവിച്ചു. ഈ വിടുവിക്കണേക്കാൾ മുമ്പ് നടന്നൊരു കാര്യം അറിയാം. കൊളോസ്യ ലേഖനം 2 അധ്യായം 15-ാമത്തെ വാക്ക്. വേദവസം പറയാം, പിശാചിന്റെ ആയുധവർഗം നശിപ്പിച്ചിട്ട് അവനെ പരസ്യകോലമാക്കി. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് അവനെ പാരലൈസ് ചെയ്തു, അവനെ തളർന്നവനാക്കി എന്ന് എഴുതിയിരിക്കുന്നത്. എപ്പോഴാ തളർന്നവനാക്കിയത്? കാൽവറിയിൽ വെച്ച്. എന്താ അവിടെ വെച്ച് സംഭവിച്ചത്? എബ്രായ ലേഖനം 2 അധ്യായം 14-15 വാക്യങ്ങൾ പറയുന്നത്, അവന്റെ ശക്തിയെ അവനെ ഇല്ലാതാക്കി. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? അവനെ പവർലെസ് ആക്കി. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ശക്തിയെ നശിപ്പിച്ചു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ പറയാവോ? എന്ന് പറഞ്ഞാൽ അവനെ തളർത്തി, അവനെ പാരലൈസ് ചെയ്ത് അവന്റെ ശക്തി ഇല്ലാതാക്കി, അവന്റെ ശക്തിയുടെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിട്ട് എന്നെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. Now I am in his kingdom. ബിജു വന്നേ, ബിജു, മനു വന്നേ, വിക്ലിഫ് വന്നേ, റോയിങ് വന്നേ. ഒരു നല്ല ആമയും പറഞ്ഞ 2 സൗകര്യം പെമ്പിള്ളേരും കൂടെ വാ. 2 പെമ്പിള്ളേരും കൂടെ വാ. വിക്ലിഫിന്റെ വാ വാ ഓടി വാ. വിക്ലിഫെ, നിങ്ങൾ 3 പേരും കൂടെ റൗണ്ടായി നിന്നേ. എവിടെ നിങ്ങൾ 3 പേരും വട്ടത്തിൽ നിന്നേ. എവിടെ? അവിടെ ഒരുമിച്ച് നിൽക്കണം, വട്ടത്തിൽ നിൽക്കണം, ഒരുമിച്ച് നിൽക്കുക. വാ, എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, എളുപ്പത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ആരെ ഇതിനകത്ത് ആക്കാം? ആ ചെറുതങ്ങ് പാടി വാ. എന്നെ നടുക്ക് കയറിയുന്നേ. ഇവളൊരിക്കല് പിശാചിന്റെ രാജ്യത്തിലായിരുന്നു, ഇവന്റെ അധികാരത്തിന്റെ കീഴിലായിരുന്നു. പക്ഷേ യേശു കർത്താവ് ഇവളെ വിടുവിച്ചു. എന്നിട്ട് വേറൊരു രാജ്യത്തിനകത്താക്കി വെച്ചു. ബി കെയർഫുൾ. ഞാനൊരു അടിസ്ഥാനം ഇടുക. ഭയങ്കര ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്.
സത്യത്തിൽ എന്നെ ഏത് രാജ്യത്തിൽ നിന്നാണ് വിടുവിച്ചേ? പിശാചിന്റെ രാജ്യത്തിൽ നിന്നാണ്. എല്ലാവരും പറ, ഏത് രാജ്യത്തിലാക്കിയിരിക്കുവോ? പക്ഷെ എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് വല്ല മാറ്റം ഉണ്ടായോ? ഞാൻ താമസിക്കുന്ന സ്ഥലത്തല്ലേ താമസിക്കുന്ന എപ്പോഴും? പറ. ഞാൻ കൊട്ടാരക്കര താമസിക്കുന്ന കൊട്ടാരക്കര, അഞ്ചലില താമസിക്കുന്ന അഞ്ചലില, തിരുവനന്തപുരത്ത് താമസിക്കുന്ന തിരുവനന്തപുരത്ത്. താമസിക്കുന്ന സ്ഥലത്തിനോ വീടിനോ മാറ്റം ഉണ്ടായില്ല. പക്ഷെ സ്പിരിച്വലി നടന്ന കാര്യമാണ്. ഞാൻ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. കുറച്ചും കൂടെ ചൊണയായിട്ട് രാമയൻ പറയാം. ഇനി ഞാൻ പറയുന്നൊരു വലിയ കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ രാജ്യത്തിൽ മുഴുവ ഈ രാജ്യത്തിൽ ഇവളായിരുന്നപ്പോ ഈ രാജ്യത്തിന്റെ നിയമങ്ങളായിരുന്നു ഇവളെ നിയന്ത്രിച്ചിരുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറയണേ. ഈ രാജ്യത്തിന്റെ നിയമങ്ങളായിരുന്നു ഇവളെ നിയന്ത്രിച്ചിരുന്നത്. പക്ഷേ ഇവൾ ഈ രാജ്യത്ത് നിന്ന് വിടുവിക്കപ്പെട്ട ഇപ്പോൾ ഇവൾ ഈ രാജ്യത്തിലായപ്പോ സത്യത്തിൽ ഈ നിയമങ്ങൾക്ക് ഇവളുടെ മേൽ യാതൊരു അധികാരവും ഇനി മുതലില്ല. ഓ, കൈയടിച്ചില്ല, ആമേൻ പറഞ്ഞില്ല. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറ. ലോകത്തിൽ നിന്ന് ഇവളെ വിടുവിച്ചു, പിശാചിൽ നിന്ന് ഇവളെ വിടുവിച്ചു. ആ ലോകത്തിൽ നിന്ന് ഇവളെ വിടുവിച്ചപ്പോ പിശാചിന്റെ ലോകത്തിൽ നിന്ന് ഇവളെ വിടുവിച്ചിട്ട് ഇവളെ സ്നേഹസ്വരൂപനെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. We are going into little more deeper. ലോകം എന്ന് വിളിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ദൈവം വിടുവിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ലോകത്തിന്റെ നിയമങ്ങളിൽ നിന്ന് വിടുവിച്ചു. കുറച്ചും കൂടെ കയറി പറയുക, മോശൈക നിയമങ്ങളിൽ നിന്ന് വിടുവിച്ചു. എന്നിട്ട് പുതിയ നിയമത്തിന്റെ ഉടമസ്ഥനായ യേശു കർത്താവിന്റെ രാജ്യത്തിലാക്കി വെച്ചു. അവിടുത്തെ നിയമം എന്ന് പറയുന്നത് മോശയുടെ നിയമമല്ല. ഇവിടുത്തെ നിയമം പറയുന്നത് ലോ ഓഫ് ഫെയ്ത്ത് ആണ്, വിശ്വാസത്തിന്റെ നിയമമാണ്. ഇത് ന്യായപ്രമാണമാണെങ്കിൽ ഇത് വിശ്വാസത്തിന്റെ നിയമോ, ഇത് ന്യായപ്രമാണമാണെങ്കിൽ ഇത് വിശ്വാസത്തിന്റെ നിയമോ, ഇത് ലോകമാണ് എങ്കിൽ ഇത് ദൈവരാജ്യമാണ്. നിങ്ങൾ അല്ലെങ്കിൽ എന്റെ കൂടെ എത്തിയോ? നമ്മളിപ്പോ ഏത് രാജ്യത്താണ് നിൽക്കുന്നത്? എല്ലാവരും പറ. ഈ രാജ്യം വർക്ക് ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ നിയമത്തിലാ. അവിടെയുള്ള നിയമം ഇവിടെ ആപ്ലിക്കബിൾ അല്ല. അവിടെയുള്ള നിയമം ഇവിടെ യാഥാർത്ഥ്യമാകത്തില്ല. അവിടെയുള്ള രീതി ഇവിടെ നടക്കത്തില്ല. നമ്മൾ പലരും ഇവിടെ നിന്ന് മാറി ഇവിടെ എത്തി എന്ന് പറയുന്നവരാ. പക്ഷേ എന്നെ നിയന്ത്രിക്കുന്നത് ഇപ്പോഴും ഇവിടുത്തെ നിയമമാ. അതുകൊണ്ടാണ് എനിക്ക് സക്സസ് എന്ന് അനുഭവിക്കാൻ കഴിയാത്തതാ. നമുക്ക് പിടിയിടിയില്ല. കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരാം. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. യോഹന്നാൻ 15-18 എന്നുള്ള വാക്യങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് കയറുക കേട്ടോ. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ലോകത്ത് നിന്ന് വിടുവിച്ചു, നിങ്ങൾ ഇനി ലോകക്കാരല്ല. പക്ഷെ കർത്താവ് വേറൊരു കാര്യം പറഞ്ഞു, ലോകത്ത് നിന്ന് വിടുവിച്ചു എന്ന് ശരിയാ, പക്ഷേ ലോകം നിങ്ങളെ ഇന്നു മുതൽ വെറുക്കാൻ തുടങ്ങും. വെയിറ്റ്. അതെന്തുകൊണ്ടാ? ഇനി നിങ്ങൾ ലോകത്തിലല്ല, ലോകത്ത് നിങ്ങൾ വേർതിരിയപ്പെട്ടു, നിങ്ങൾ വേറൊരു രാജ്യത്തില. ഈ രാജ്യത്തിലുള്ള ആളുകളുടെ പ്രത്യേകത, അവരുടെ പുറകെ അപമാനവും ആക്ഷേപവും ഉപദ്രവവും ഉണ്ടാവും. ഒന്നും കൂടെ, ലോകത്തിലല്ലേ ആക്ഷേപവും അപമാനവും ഉപദ്രവവും ഉണ്ടാവും. ലോകത്തുനിന്ന് എടുത്തിട്ട് ക്രിസ്തീയ യേശുവിൻ്റെ രാജ്യത്തിലാക്കിയാൽ ആ രാജ്യത്തിനകത്തുള്ളവർക്കുണ്ടാകുന്ന ഒരു കാര്യം, അയാൾക്ക് അപമാനം ഉണ്ടാവും, ആക്ഷേപം ഉണ്ടാവും, നിന്ദയുണ്ടാകും, ക്രിസ്തുവിനെ പ്രതിയുള്ള നിങ്ങൾ ആരെങ്കിലും ശരിക്കും ദൈവരാജ്യത്തിലാണ് എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ കണ്ടാൽ ഞാൻ പറയാണോ ഇല്ലേന്ന്. ചിലര് പറയുന്നത് ഞാൻ പള്ളി വരുന്നില്ല വെറുതെ, ഭയങ്കര നിന്നയാ. അതിന്റെ അർത്ഥം ശരിക്കും നീ ഈ രാജ്യത്തിൽ തന്നെയാ. എനിക്കൊരു പ്രശ്നവുമില്ല, ഐ ഹാവ് സം ഡൗട്ട്. ഈ രാജ്യത്തിലുള്ളവരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം,
പക്ഷെ വേദപുസ്തകം എന്ന് പറഞ്ഞു, ഈ രാജ്യത്തിലുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, കഷ്ടങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഈ രാജ്യത്തുള്ളവരോട് പറയാനൊരു കർത്താവിനൊരു വാക്കുണ്ട്. യോഹന്നാൻ 16:33, ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുകയാണ്. ഇവിടെ എന്തെല്ലാം പ്രശ്നം വന്നാലും ആ പ്രശ്നങ്ങൾ നിങ്ങളെ തൊടത്തില്ല, കാരണം ജയാളിയായവന്റെ രാജ്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് ബൈബിൾ പറഞ്ഞില്ല, ആക്ഷേപം ഉണ്ടാകത്തില്ലെന്ന് ബൈബിൾ പറഞ്ഞില്ല. പക്ഷെ ആക്ഷേപത്തിന്റെ നടുവിൽ സ്വർഗം ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞു. ആമേൻ. എന്റെ കൂടെ എത്തിയെങ്കിൽ ഒരു നല്ല ആമേൻ പറ. ഓ, ശബ്ദം ഉയർത്തി. ഒന്നും കൂടെ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറ. നമ്മളെങ്ങനെയാണെന്നറിയോ? നമ്മൾ ഇവിടെ ആയിരുന്നത് പോലെ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നേ. സ്നാനപ്പെട്ടു. ലോകപ്പാര ഞാൻ പള്ളി പോകുന്നുണ്ട്. പക്ഷേ പണ്ടത്തേക്കാൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പള്ളി പോകുന്നു എന്നൊരു വ്യത്യാസമുണ്ടോ? നിങ്ങൾ എന്തൊന്നും വേണ്ടത്? ഇരുന്നോ. ഞാൻ നിൽക്കുന്നത് ലോകത്തിലല്ല, അവന്റെ രാജ്യത്തിനകത്താ. നമ്മൾ ദൈവരാജ്യത്തിലാണ് എന്ന് പറയുന്നവരാണെങ്കിലും ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് പലപ്പോഴും നമുക്ക് അറിയത്തില്ല. എന്നാൽ ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഇന്നത്തെ മെസ്സേജിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അടുത്തൊരു ആത്മീയ അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. നിർമ്മല എന്നാണ്, കാക്കാമുല എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ആൻറ്റിക്ക് 2 മാസത്തിന് മുമ്പേ ഒരു ആക്സിഡന്റ് ഉണ്ടായതിനെ തുടർന്ന് ഇടത് കൈക്ക് വല്ലാത്ത വേദനയും നീരുമായിരുന്നു. ആൻറ്റി പറയുന്നത് നീര് കാരണം വിരലുകൾ മടക്കുവാനൊന്നും പറ്റത്തില്ലായിരുന്നു, ജോലി ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ച് ട്രീറ്റ്മെന്റ് നടത്തി, എന്നിട്ട് ഒരു വ്യത്യാസം ഇല്ലായിരുന്നു. ഏത് കൈക്കായിരുന്നു പ്രയാസം? മടക്കത്തില്ല കൈ? ഇല്ല, നീര് വേദനയായിരുന്നു. എന്നാൽ കഴിഞ്ഞ സൺഡേ ചർച്ചിൽ വന്ന സമയം ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞു, ഇടത് കൈക്ക് സൗഖ്യം കർത്താവ് നൽകുന്നുവെന്ന്. ഇപ്പോൾ ഒരാഴ്ചയായി ആന്റി പറയുന്നത് ആ വേദന നീരും മാറി ഇപ്പോൾ ജോലി ചെയ്യാൻ സാധിക്കുന്നു എന്നാണ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, കുറെ നാളുകളെ ആന്റിക്ക് കേൾവി ശക്തി കുറവായിരുന്നു. എന്നാൽ കഴിഞ്ഞ സൺഡേ ചർച്ചിൽ വന്ന് ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞു, ഇപ്പോൾ ആന്റി പറയുന്നത് കർത്താവ് പരിപൂർണമായ സൗഖ്യം നൽകി കേൾവി ശക്തി. ഞാൻ ഈ ചേച്ചിയുടെ അടുക്കിലേക്ക് കഴിഞ്ഞ ആഴ്ച പോകുമ്പോഴേ, ഞാൻ അങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ ഈ ഹീലിംഗ് ഏഞ്ചൽസിനെ ഞാൻ കാണാറുണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇടിക്കുക എന്ന് പറയുന്ന സാരി ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഈ ചേച്ചിയെ ക്രോസ് ചെയ്യുക ഞാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരാൾ അടുക്ക് നിൽക്കുന്നു, അയാളെ ഞാൻ ഇടിച്ചെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എനിക്കറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞു, ഓർമ്മയുണ്ടോ? എനിക്ക് ആ ആളെ പരിചയമുള്ള അയാൾ വെളിപ്പെടുമ്പോൾ ചെവി സൗഖ്യമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇയാളുടെ ചെവി ശരിയാവും പോവും. ആമേൻ. നിങ്ങളെന്താ അനങ്ങാതിരിക്കുന്നത്? അടുത്തിരിക്കുന്ന 1-2 പേരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ് എൻകൗണ്ടേഴ്സ് ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഇന്ന് എൻകൗണ്ടറിൻ്റെ ദിവസമാണ്. റെഡി ആയിരുന്നോണം. പലരുടെയും വീടുകളകത്തും എന്നെ യൂട്യൂബിൽ കാണുമ്പോഴും അസാധാരണമായ എൻകൗണ്ടറുകൾ ഉണ്ടാകാൻ പോവാം. താങ്ക് യു വെരി മച്ച്. ഇപ്പൊ ചെവിക്ക് കേൾക്കാൻ കഴിയത്തില്ലായിരുന്നു. എത്ര നാളായിട്ട് കേൾവി കുറവുണ്ട്? ഒത്തിരി നാളുകൊണ്ട് ഈ ചെവി കേൾക്കാൻ പാടില്ലായിരുന്നു. ഇപ്പൊ കേൾക്കാം. ആമേൻ. താങ്ക് യു വെരി മച്ച്. സന്തോഷത്തോടെ പോയത്. ബ്രദർ, ഈ ബ്രദറിന്റെ പേര് ശശി എന്നാണ്. നമ്മുടെ സ്വന്തം ആളാ കേട്ടോ. തിരുവല്ലത്ത് നിന്നാണ് വരുന്നത്. തകർച്ചയിലായിരുന്ന ഒരു കുടുംബം കർത്താവിനെ അറിഞ്ഞതിന് ശേഷം വലിയൊരു ദൈവിക അനുഗ്രഹത്തിലേക്ക് വന്ന അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. മോൻ എന്റെ കൂടെ സുവിശേഷ വേലയിലാണ്. നാളെ എന്നേക്കാൾ നല്ലൊരു ശുശ്രൂഷകനാകട്ടെ. അതിന് പറയാനുള്ളത്, നമ്മളവിടെ 3 പാസ്റ്റർമാരാണ് പറയാനുള്ളത്. അവരാണ് മോനെ പോലെ കൊണ്ട് നടന്ന് ഇത്രത്തോളം ആക്കിയതും. താങ്ക് യു വെരി മച്ച്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ച്. നമ്മുടെ കൂടെയുള്ള കൂട്ടത്തിൽ ശുശ്രൂഷകരാണ് അഭിജിത്തിനെ ഒരു നല്ല ശുശ്രൂഷനാക്കി എടുത്തത്. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞിട്ട് നമ്മൾ ബ്രദറെ, കർത്താവിനെ അറിയുന്നതിന് മുൻപ് ബ്രദറിന് 15ഓളം ആക്സിഡന്റ് ഉണ്ടായിരുന്നു. 15 ആക്സിഡന്റോ? എന്നാൽ 15ാമത്തെ ആക്സിഡന്റിൽ വളരെ സീരിയസ് ആയിരുന്നു, ക്രിട്ടിക്കൽ ആയിരുന്നു. ഡോക്ടേഴ്സ് കൈ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ജീവൻ പോലും അങ്ങനെ കൊണ്ടുപോയി ബസ്, ട്രാൻസ്പോർട്ട് ബസ്സും ആട്ടോ തന്നെ ഇടിച്ചത്. ആട്ടോ അഴിച്ചു പോളെന്നാണ് എന്നെ വെളിയിലെടുത്തത്. ബാലരാമത്തേച്ചായിരുന്നു. കൊണ്ടുപോയപ്പോൾ 3 ദിവസം വരെ സ്കാൻ ചെയ്യാനോ എക്സ്റേ എടുക്കാനോ പറ്റുന്നില്ല.
ബ്ലഡ് വായന്ന് മുക്കിയത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞ് എന്തായാലും സ്കാൻ ചെയ്യാതെ ഒന്നും പറ്റില്ല, അപ്പോൾ അറിയാവുന്ന ആൾക്കാരൊക്കെ അറിയിച്ചോളാം, സംശയമെന്ന് പറഞ്ഞു. പിന്നെ 4-ൻ്റെ അന്ന് രാവിലെ ആയപ്പം ബ്ലഡ് ശാല നിന്ന് അപ്പോൾ സ്കാൻ ചെയ്ത്, പിന്നെ അവിടെ ഇത്തിരി എമൗണ്ട് കൂടുതലായതുകൊണ്ട് എൻ്റെ അമ്മാവൻ നേരെ ഇവിടെ വെഞ്ഞാറമൂട് മെഡിക്കൽ കടയിൽ കൊണ്ടുപോയി. അവിടെ 3 മാസം കിടന്ന്. 3 മാസം. ഈ കഥ എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പോഴും നമ്മൾ വന്നില്ല, ചർച്ചിൽ വന്നില്ല. അപ്പോഴും ദൈവം നമ്മളെ നിർത്തിക്കുകയാണ്. അപ്പോൾ എന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ദൈവം. അപ്പോഴും നമ്മൾ വരാൻ വേണ്ടിയാണ്, അതിനകത്ത് ജീവനോടെ എന്നെ നിർത്തിയത്. എനിക്ക് തോന്നുന്നു വൈഫിൻ്റെ കാര്യമായിട്ടാണ് പള്ളി വന്നത്. വൈഫിൻ്റെ കാര്യം തുടക്കത്തിൽ വരാൻ കാരണം ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് വേറൊരു ആക്സിഡൻറ്റ്, ലാസ്റ്റ് 15ാമത്തെ ആക്സിഡൻ്റാണ് നമ്മളെ കാര്യവട്ടത്ത് വെച്ച് നടന്നത്. അതായത് നമ്മൾ ചെന്നൈയിൽ ഒരു പാസ്റ്റർ വരുന്നു, അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ചേച്ചിയുടെ മോക്ക് 4 വർഷമായി കല്യാണം കഴിച്ചിട്ട് മക്കളില്ല. ഭർത്താവ് അറിയാതെ ഞാൻ കള്ളത്തം പറഞ്ഞ് കൊണ്ടുവന്നു. ഒരു കല്യാണത്തിന് പോവുകയാണ്, കാര്യവട്ടത്താണ്. അവളുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ പാസ്റ്റർ അടുത്ത് പോവുകയാണ്, നീ വെളിയിൽ ആരും പറയില്ലെന്ന് പറഞ്ഞ്. പക്ഷേ കൊണ്ടുവന്നത് നമ്മൾ കാര്യമായിട്ട് തിരിക്കുമ്പോൾ തന്നെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ വെച്ച് വണ്ടി മറിഞ്ഞു. ആട്ടോ തന്നെ ഞാനും എൻ്റെ മോള് എണീറ്റിരിക്കുന്നു, എൻ്റെ വൈഫ് ആ ശേഷം ആട്ടോയുടെ അടിയിലാണ്. ആ ആട്ടോ എഴുന്ന് വിരൽ മുറിഞ്ഞു പോയി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഞാനും മോളെ എണീറ്റ് എടുക്കുക, ആൾക്കാരെല്ലാം ഓടിക്കൊണ്ട് വണ്ടി പൊക്കിയെടുത്ത് ഞാൻ എളുപ്പം നമ്മൾ അരുൺ ബ്രദറിനെ ഒന്ന് വിളിക്കാൻ വേണ്ടി ചർച്ചിൽ ആരെയും വിളിക്കാൻ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ഒരു ഇന്നോവ കാറ് വെള്ളം മൊത്തം, ഡ്രൈവർ വരെ വെള്ള പാൻറ്റ്, വെള്ള ഷർട്ട്, വെള്ളം തൊപ്പി, ഒരു ഇന്നോവ എന്നിട്ട് പറഞ്ഞ് വണ്ടിയുടെ അടുത്ത് കയറ്റാൻ പറഞ്ഞു. അപ്പോൾ മൊത്തം ബ്ലഡാണ്. ശേഷാറിയിൽ വൈഫിൻ്റെ ചെവി പൊട്ടി. അങ്ങനെ എടുത്ത് വണ്ടിയിനകത്ത് കയറ്റി കിടത്തിയിട്ട് ഒന്ന് പറയാം, വണ്ടി ആരുമ എടുത്ത് ഉള്ളൂർ ജംഗ്ഷൻ എത്തിയപ്പോൾ എൻ്റെ കേട്ട് ചർച്ചിൽ വന്നതല്ലേന്ന് കേട്ട്. ഞാൻ പറയാം അതേന്ന് പറഞ്ഞു. ചർച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ട് നടയിൽ നിർത്തുമ്പോൾ ആരെന്നറിയില്ല, 4-5 പേര് വന്ന് സ്ട്രെച്ചറിൽ 2 പേരും കിടത്തി കൊണ്ടുപോയി. മോളെ OP എടുക്കാൻ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ എളുപ്പം വന്ന് ഇത്രയും വന്നല്ല, ബ്ലഡൊക്കെ മൊത്തം ടർക്കിയിലൊക്കെ ആയി, സീറ്റിലായി, ഒന്ന് കഴുകി കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു നോക്കിയപ്പോൾ വണ്ടിയെ കാണാനില്ല. ഏത് വണ്ടിയാണ്, നമ്പരോ ഒന്നും അറിയില്ല, ആളാരെന്ന് അറിയില്ല. അപ്പോൾ പെട്ടെന്ന് മൊത്തം ഇതുപോലെ. അപ്പോൾ എൻ്റെ ശരീരവും ഞാനും മൊത്തം വെള്ളയിൽ നിൽക്കുന്നതാണ് എനിക്ക് തോന്നിയത്. ആ ബ്രദറിൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ ഞാനും മൊത്തം വെള്ളയിൽ നിൽക്കുന്നു, മൊത്തം വെള്ളം. വണ്ടി അത്രയ്ക്ക് ഭംഗിയുള്ള വണ്ടി, സീറ്റ് ടർക്കി എല്ലാം നല്ല വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ സെക്യൂരിറ്റിയുടെ കേട്ട് ആ വണ്ടി പോയോ, വണ്ടിയിനകത്ത് നിറച്ച് ബ്ലഡാണല്ലോ, യാത് വണ്ടി നിങ്ങൾ വന്ന്, വണ്ടിയാണെന്ന് അറിയില്ല. അവിടെയാണ് എന്തൊരു പറയുന്നത്, വണ്ടിയെ കാണാനില്ല. അവിടെയാണ് എൻ്റെ ദൈവം അവിടെ വന്നെന്ന് പ്രതീക്ഷ ആയിട്ട്. അതിൽ നിന്ന് ആൾക്കാർ കുഞ്ഞുങ്ങളില്ലാത്ത അവരെ വിശ്വാസമല്ല, എൻ്റെ വിശ്വാസത്തിൽ കൊണ്ടുവന്നാണ്. 4 മാസം കഴിഞ്ഞ 2 കുട്ടികളായി. ഇന്നും അവരെ ഇഷ്ടത്തിൽ നടക്കുന്നു, നമ്മളെ ഇഷ്ടത്തിനല്ല, നമ്മളെ ദൈവം തന്നല്ല അവർ പറയുന്നത്. അവരെ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാണ്. അതിനോടൊപ്പം തന്നെ സിസ്റ്ററിൻ്റെ ബ്രദറിൻ്റെ വൈഫിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സൗഖ്യം ഉണ്ടായി കർത്താവിൽ വന്നതിന് ശേഷം. അതിനോടൊപ്പം തന്നെ മക്കളുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടു. കർത്താവിൽ വന്നതിന് ശേഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനവും ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് മൊത്തം വിട്ട എന്നെയും കൂടെ വിഴുങ്ങിയേ പോകത്തുള്ളൂ, അതുകൊണ്ട് പിന്നെ വിടാം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ബ്ലസ് യു. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് നവംബർ 26 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി, റെഡ് ക്രോസ് ടവർ, നാഗമ്പടം ഓവർബ്രിഡ്ജിന് സമീപം, കോട്ടയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് നവംബർ 27 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് നവംബർ 28 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപം, എറണാകുളം. ഓരോ സാക്ഷ്യങ്ങളും അനേകം സാക്ഷ്യങ്ങളെ ഉളവാക്കുന്നു എന്നാണ്. ഓരോ സാക്ഷ്യം പറയുമ്പോഴും അല്ലെങ്കിൽ ഓരോ വ്യക്തികളോടും കർത്താവ് ഇടപെടുമ്പോൾ അത് കേട്ടു നിൽക്കുന്ന പലരെയും അത് തൊടുവാനിടയാകുന്നു. ആ സാന്നിധ്യം അവരുടെ ലൈഫിലും അത്ഭുതങ്ങളെ ചെയ്യുന്നുണ്ട്. ഇന്ന് കേട്ട സാക്ഷ്യം ഇതിനോട് ബന്ധപ്പെട്ട ആരെങ്കിലുമാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലൈഫിലും കർത്താവിൻ്റെ അത്ഭുതം ചലിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ അത്ഭുത പ്രവൃത്തി കുടുംബങ്ങളിൽ ചലിക്കണം അപ്പാ. ദൈവത്തെ അനുഭവിക്കുന്ന ലോകത്തിൽ നിന്ന് വേർപെട്ട് അല്ല ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണമോ, ഏത് നിയമത്തിലായിരിക്കണമോ, ഏത് സ്ഥിതിയിലാണോ ജീവിക്കേണ്ടത്, അതേപോലെയൊരു ലൈഫ് ഇവരിൽ ഉണ്ടാകട്ടെ അപ്പാ. അങ്ങനെ ഒരു അറിവ് കർത്താവെ, അങ്ങനെ ഒരു ബോധം ഇവരിൽ ഓരോരുത്തരും ഉണ്ടാകട്ടെ അപ്പാ. കർത്താവെ, ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ, ഇവരായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അവസാനമുണ്ടാകട്ടെ. കർത്താവെ, അതിൻ്റെ സൊല്യൂഷൻ ദൈവജനത്തിൽ നിന്ന്
കർത്താവെ ഇവരോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. അവരുടെ ലൈഫിൽ നിന്ന് വേദനകൾ മാറട്ടെ അപ്പാ, രോഗത്തിൻ്റെ കെടുതികൾ മാറട്ടെ അപ്പാ, സാമ്പത്തിക ഞെരുക്കം മാറിപ്പോകട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തിക്കായി നന്ദി അപ്പാ. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും അപ്പോൾ അവിടുന്ന് ചലിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.